കുടവയറ് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ടാണ് ഇത് ഇത്രയും കോമൺ ആയിട്ടുള്ള പ്രശ്നമായത്. ഈ കുടവയറ് ഉണ്ടാവാനുള്ള റൂട്ട് കോസ് എന്താണ്? ശരിക്കും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഒരു 15 വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കോമൺ ആയിരുന്നില്ല? യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ നമ്മുടെ പൂർവികർ ഭക്ഷണം കഴിച്ചിരുന്ന പാറ്റേൺ നമ്മൾ അറിയണം. നമ്മുടെ പൂർവികർ, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അവര് വേട്ടയാടിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അവർക്ക് എപ്പോൾ ഭക്ഷണം കിട്ടും, എത്ര ഭക്ഷണം കിട്ടും, ഇനി എന്ന് ഭക്ഷണം കിട്ടും, ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും വേട്ടയാടി കിട്ടുന്ന ഒരു ഭക്ഷണം ഉണ്ടാവും, അത് അവർ ഒരുപാട് കഴിക്കും. അത് ശരീരത്തിൽ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കും. പിന്നീട് കുറേ കാലത്തിന് ചിലപ്പോൾ ഭക്ഷണം ഒന്നും കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ ആ കൊഴുപ്പാണ് അവരുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത്. ആ കൊഴുപ്പിൽ നിന്നാണ് ഊർജം കിട്ടുന്നത്. ഭക്ഷണം വേട്ടയാടി കഴിക്കുന്നു, കുറേ കാലം പട്ടിണി കിടക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഭക്ഷണം കിട്ടുന്നു, പിന്നെയും പട്ടിണി കിടക്കുന്നു. ഇങ്ങനെയുള്ളൊരു ജീവിത രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ ഒട്ടും അങ്ങനെയല്ല അല്ലേ? നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, അത് ദഹിക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത ഭക്ഷണം, ഒരു 11 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, അടുത്തത് ഉച്ചയ്ക്ക്, അത് ദഹിച്ച് തീരുന്നതിന് മുന്നേ 4 മണിക്ക്. അപ്പോൾ വിശക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ദഹിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത ഭക്ഷണം തയ്യാറാക്കുന്നു. നമുക്ക് ഊർജം ചെലവാക്കാനുള്ള കാര്യങ്ങൾ, എക്സസൈസുകള്, മറ്റ് വർക്കുകളൊക്കെ കുറവാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ കൊഴുപ്പായിട്ട് വയറിൽ ശേഖരിച്ചു വെക്കുന്നു. പണ്ടത്തെ കാര്യം പറഞ്ഞു നമ്മൾ. പണ്ട് ഭക്ഷണം കഴിക്കുക, പിന്നീട് ഉപവസിക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടക്കുക, അങ്ങനെ ഒരു രീതിയാണ് അല്ലേ? പക്ഷെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുക, പിന്നെയും ഭക്ഷണം കഴിക്കുക, പിന്നെയും ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണ് കുടവയറ് ഇന്ന് കോമൺ ആയിട്ടുള്ള പ്രശ്നമാകുന്നത്. അതുകൊണ്ട് കുടവയറ് കുറയ്ക്കാനുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഉപവസിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പട്ടിണി കിടക്കുക എന്നുള്ളത്. അതിന്റെ ഏറ്റവും നല്ല മോഡേൺ പേരാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, അതായത് ഉപവാസം, ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക, ബാക്കി 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു രീതിയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി വരും. പലപ്പോഴും കുറേ സമയം നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ച സമയം കളയുന്നുണ്ട് അല്ലേ? നമുക്ക് മെന്റൽ ക്ലാരിറ്റി വരും. അപ്പോൾ കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവും. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഒരുപാട് അസുഖങ്ങൾ, ഇപ്പൊ കോമൺ ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, PCOD, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളെ ഇത് ഇല്ലാതാക്കും. ഇനി നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ടും, ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ? രാവിലെ എണീറ്റ തന്നെ ഭയങ്കരമായിട്ട് വിശപ്പ് വരുന്നവര്, അതുപോലെ രാത്രി എത്ര കഴിച്ചാലും പിന്നെയും വിശക്കുന്നവരുണ്ടാവും. നമ്മുടെ കമന്റിൽ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കണം, നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കമന്റിലാണ് അവർ പറഞ്ഞത് ഒരു 9 മണിയാകുമ്പോഴേക്കും പിന്നെയും വിശക്കും എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്കും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ അതിന് വന്ന പുതിയ പേരുകളാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റൂ അല്ലേ? എല്ലാ മതങ്ങളിലും ഫാസ്റ്റിംഗ് പറയുന്നുണ്ട്. അതിന് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാ മതങ്ങളിലും അത് പറഞ്ഞിട്ടുള്ളത്. ഈ ഫാസ്റ്റിങ്ങിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ സയന്റിഫിക് സ്റ്റഡികളെ കുറിച്ച് കൂടി പറയാം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കരുത്. രാത്രിയിലത്തെ ഭക്ഷണം എത്രയും നേരത്തെ കഴിക്കണം. ഒരു 7:30 കഴിക്കുന്നതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഇതിന്റെ പേര് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊന്നും അല്ലായിരുന്നു. അവരുടെ ദിനചര്യയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. രാത്രി ഒരുപാട് ഇരുട്ടി കഴിഞ്ഞൊന്നും പണ്ട് കാലത്തുള്ളവർ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവൾ ഫോളോ ചെയ്തു വന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇന്ന് കാലം മാറിയില്ലേ? നമ്മുടെ ജീവിത ശൈലികളും മാറി. ഇന്ന് ഹോട്ടലുകൾ വളരെ ആക്റ്റീവ് ആവുന്നത് രാത്രികളിലാണ്. അത് നിങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങിയാൽ മനസ്സിലാവും അല്ലേ? ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ഹാർട്ടിന് നല്ലതാണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ ഫാസ്റ്റിംഗ് എന്നുള്ളത് ക്യാൻസറിനെ പോലും തടയുന്ന പഠനങ്ങളുണ്ട്. നമുക്ക് ഇത് നമ്മുടെ ഏജിങ്ങിനെ, നമുക്ക് പ്രായമാകുന്നതിന് തടയുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്.
അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഈ ടൈപ്പ് 2 ഡയബറ്റീസിനും വളരെയധികം സഹായിക്കുന്നു, അതിന്റെ ചികിത്സയിൽ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ രാത്രി ഭക്ഷണം, അതായത് ഡിന്നർ, അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ഒരു 16 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ആ 16 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതായത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എപ്പോൾ കഴിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞു അല്ലേ, ഗ്യാപ്പ് 16 മണിക്കൂർ ആയിരിക്കണം. നിങ്ങൾ ഡിന്നർ 7 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് 11 മണിക്കാണ്. എന്നാലേ ആ 16 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുകയുള്ളൂ. രാത്രി ഭക്ഷണം 6 മണിക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് കഴിക്കാം. ഈ 16 മണിക്കൂറിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാം കഴിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു സംശയമായിരിക്കും അല്ലേ. ഇതിൽ 0 കാലറി ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. മധുരമുള്ള ഒരു കാര്യങ്ങളും കാലറിയുള്ള ഒന്നും കഴിക്കാൻ പാടില്ല. വെള്ളം കുടിക്കാം, അതുപോലെ മധുരമിടാതെയുള്ള കോഫി കഴിക്കാം, പിന്നെ മധുരമിടാതെ കട്ടൻ ചായ കുടിക്കാം, ഹെർബൽ ടീ കുടിക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നൂലേ വലിയ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഈ 16 മണിക്കൂറിൽ 8 മണിക്കൂറും ഉറങ്ങായിരിക്കും. അതുകൊണ്ട് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഗുണങ്ങളെ കുറിച്ച് ആദ്യം പറയാം, എന്നാലല്ലേ നമുക്ക് അത് ചെയ്യണമെന്ന് തോന്നുള്ളൂ. ആ ഗുണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ ആദ്യത്തെ കാര്യം, ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യാണ്. അപ്പൊ നമ്മുടെ ബോസ്, നമ്മുടെ മേലുദ്യോഗസ്ഥൻ ഒരുപാട് ജോലിയുള്ള ഫയലുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതൊക്കെ ചെയ്ത് വൈകുന്നേരം ക്ഷീണിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി എണീക്കുമ്പോഴേക്കും അടുത്ത ഫയലുകൾ നമുക്ക് വേണ്ടി തരുന്നു. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതേ കാര്യമല്ലേ നമ്മൾ നമ്മുടെ വയറിനോട്, അതായത് സ്റ്റൊമക്കിനോട് ചെയ്യുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വയറിന് നമ്മൾ വീണ്ടും വീണ്ടും പണി കൊടുക്കുകയല്ലേ. നമ്മൾ രാത്രി ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്കൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ചോറും ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ അല്ലേ. അത് പൊറോട്ടയാവാം, ഇഡ്ഡലി ആവാം, ദോശയാവാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് ദഹിച്ച് കഴിയുന്നതിന് മുന്നേ 10 മണിക്ക് നമ്മൾ സ്നാക്സ് കഴിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വയറിന് 24 മണിക്കൂറും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്റ്റൊമക്ക് ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ദിവസം പോലും ഓഫ് കിട്ടുന്നില്ല. ഇങ്ങനെ കുറേ കാലം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വയറിനും അത് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നല്ല റെസ്റ്റ് കൊടുക്കലാണ്. മറ്റ് അവയവങ്ങൾക്കും അതുപോലെ റെസ്റ്റ് കിട്ടും. ഇനി അടുത്ത ഗുണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് ഉദാഹരണം പറയാം. നമ്മുടെ ഫോണിൽ നല്ല ക്യാമറയുണ്ട്. നമ്മൾ ഒരുപാട് സമയം നിർത്താതെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? അതിന്റെ ബാറ്ററി തീരൂലേ. എല്ലാത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ ശരീരവും. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഏതാ? ദഹനാണ് അല്ലേ. അതിന് എപ്പോഴും നമ്മൾ പൊറോട്ട, ചിപ്സ്, ബിസ്ക്കറ്റ്, ചായ, അങ്ങനെ ഒരു ദിവസം ബ്രേക്ക് ഇല്ലാതെ ഓരോ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഊർജത്തിന്റെ ഭൂരിഭാഗവും ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ 70% എനർജിയും അത് ദഹനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു ക്ഷീണം തോന്നില്ലേ? കാരണം എന്താ? നമ്മുടെ എനർജി മുഴുവൻ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ക്ഷീണം തോന്നൂലേ. അപ്പോൾ ഇത്രയും എനർജി നമ്മുടെ വയറിൽ ദഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള, നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി ഒക്കെ എങ്ങനെ കിട്ടും? അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനർജി കൂടുതലായിരിക്കും. കാരണം ദഹനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന എനർജി കുറയും. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ എനർജി കിട്ടും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത ഗുണം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ എല്ലാം നമുക്ക് നന്നായിട്ട് ആഗിരണം ചെയ്യാൻ പറ്റും. ഇത്രയും സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള കൊഴുപ്പൊക്കെ മാറിക്കിട്ടും. അതായത് ഈ കൊഴുപ്പിനൊക്കെ ശരീരം ബേൺ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ശരീരത്തിൽ ടോക്സിനുകൾ ഉണ്ടെങ്കിൽ, ഈ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറന്തള്ളപ്പെടും. അങ്ങനെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ, അതായത് ഉപവസിക്കുമ്പോൾ, ശരീരം സ്വയം ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളെ വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ പ്രമേഹം കുറയാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കും. അങ്ങനെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ ഇത് കുറയ്ക്കും.
ഒരു 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചുകൾ വരും. അപ്പൊ അത് 14 മണിക്കൂറായി, 16 മണിക്കൂറായി, അങ്ങനെ 16 മണിക്കൂറൊക്കെ എത്തിക്കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത്രയും ശരീരത്തിൽ ക്ലീനിങ് നടക്കുന്നുണ്ട്, അതിന്റെ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ 8 മണിക്കൂർ നമ്മുടെ ഈറ്റിംഗ് വിൻഡോ ആണ്. ആ 8 മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിങ്ങനെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കണമൊന്നുമില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് ആലോചിച്ച് തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ കുടവേറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഉറക്കം. അത് പ്രോപ്പർ ആയിട്ട് വേണം. നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ആക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കിട്ടാനും ക്ലീനിങ് പ്രോസസ്സൊക്കെ ശരിയായി നടക്കാനും ഒക്കെ ഉറക്കം നിർബന്ധമാണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ട് ഉറങ്ങണം. മറ്റേ അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കലാണ്. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ എന്ന കണക്കിൽ എല്ലാവരും വെള്ളം കുടിക്കണം. അപ്പോൾ ഒരു 75 കിലോ ഉള്ള ആള് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അത് കണക്ക് കൂട്ടി കുടിക്കാൻ എളുപ്പമാണ്. 1 ലിറ്ററിന്റെ കുപ്പി എടുക്കുക, അതിലെ വെള്ളം നമ്മൾ മാത്രമായിട്ട് ആ കുപ്പിയിൽ നിന്ന് കുടിക്കുക. അത് കഴിയുമ്പോൾ വീണ്ടും 2 പ്രാവശ്യം കൂടി ആ കുപ്പി ഫില്ല് ചെയ്യുക. അപ്പൊ ഏകദേശം 3 ലിറ്റർ വെള്ളം എന്നുള്ളത് ഒരു ദിവസം നമ്മൾ കുടിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഗ്ലാസ്സിലൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്ക് എണ്ണം കിട്ടാറില്ല. 2-3 ഗ്ലാസ് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ വിചാരിക്കും ആവശ്യത്തിനുള്ള വെള്ളമായി എന്ന്. പക്ഷെ അങ്ങനെയല്ല, നിർബന്ധമായിട്ടും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചിരിക്കണം. രാവിലെ എണീറ്റ് 1 മണിക്കൂർ, ഒരു 1.5 മണിക്കൂറിനുള്ളിലൊക്കെ 1 ലിറ്റർ വെള്ളം കുടിക്കുക. അങ്ങനെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് വെള്ളം കുടിക്കുന്നത് നിർബന്ധമായിട്ടും അപ്പോൾ ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കുടവേറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസ് കൂടി ശ്രദ്ധിക്കണം. ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യണം. ചെറിയ രീതിയിൽ ചെയ്താലും മതി. നടക്കുക, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുക, അല്ലെങ്കിൽ നീന്തുക, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. അപ്പോൾ എക്സസൈസ് കൂടി ചെയ്താൽ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ, കുടവേറ് കുറയ്ക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? കറക്റ്റ് ഉറക്കം കിട്ടുക, വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. പഞ്ചസാര, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഫാസ്റ്റ് ഫുഡ്, മൈദ, ഈ 5 ആഹാരങ്ങളും ഒഴിവാക്കണം. ഇതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് ആ ഈറ്റിംഗ് വിൻഡോയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ കുടവേറ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതൊരു ജീവിത രീതിയാണ്. അത് 1 ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെയൊന്നും ഫോളോ ചെയ്താൽ പോരാ. അതൊരു വർഷമൊക്കെ ഫോളോ ചെയ്യുന്നവര്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാലാണ് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം, അതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക. നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളും അതിൽ നിങ്ങൾക്ക് വന്ന സംശയങ്ങളൊക്കെ കമന്റ് ചോദിക്കാം. ഞാൻ കമന്റിൽ നിങ്ങൾക്ക് പറ്റുന്നതും ഉത്തരം നൽകാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റിൽ പറയാം. അപ്പോൾ ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.